നാലുപേരെ അരുംകൊല ചെയ്ത് നന്ദൻകോട് കുടുംബത്തിലെ കേസിൽ പ്രതി കേഡൽ ജീൻസൺ രാജയ്ക്ക് ജീവപര്യന്തം ശിക്ഷയും 15 ലക്ഷം രൂപ പിഴയും. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. കൊല്ലപ്പെട്ട 4 പേർക്ക് 3 ലക്ഷം രൂപ വീതമെന്ന കണക്കിലാണ് പിഴത്തുക കണക്കാക്കിയിരിക്കുന്നത്. വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതി തള്ളി. തെളിവ് നശിപ്പിച്ചതിന് സെക്ഷൻ 201 5 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. തീവയ്പിന് സെക്ഷൻ 436 7 വർഷം തടവും 2 ലക്ഷം രൂപയുമാണ് ശിക്ഷ. പിഴത്തുക പ്രതിയുടെ അമ്മാവനായ ജോസിന് നൽകണമെന്നും കോടതി വിധിച്ചു. 2017 ഏപ്രിൽ 5-നാണ് നാടിനെ നടുക്കിയ കൂട്ടക്കൊല നടന്നത്. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലായിരുന്നു കേഡൽ കുടുംബാംഗങ്ങളെയും ബന്ധുവായ സ്ത്രീയെയും വകവരുത്തിയത്. മറ്റുള്ളവരുമായി സൗഹൃദമോ ബന്ധമോ ഇല്ലാതിരുന്ന പ്രതി തെറ്റായ ചിന്തകളിലേക്ക് വഴിമാറി. ജീവിത സാഹചര്യങ്ങളും ഇതിന് കാരണമായി. കുടുംബത്തിലെ മിക്കവരും ഉന്നത വിദ്യാഭ്യാസം നേടിയവരും ഉന്നത ഉദ്യോഗങ്ങളിലുള്ളവരുമായിരുന്നു. എന്നാൽ +2 മാത്രം പാസായ കേഡലിന് വിദേശ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇതിന്റെ പേരിൽ പിതാവിൽ നിന്നും അവഗണന നേരിട്ടിരുന്നു. അതിനാൽ പിതാവിനോട് കടുത്ത വിരോധമായിരുന്നു. പിതാവിനെ കൊലപ്പെടുത്താനാണ് ആദ്യം പദ്ധതിയിട്ടത്. പിന്നീട് മറ്റുള്ളവരെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപിരിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ ശൈലി 15 വർഷമായി പരിശീലിക്കുന്നുണ്ടെന്നായിരുന്നു ആദ്യ മൊഴി. ആഭിചാര കർമ്മങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച കേഡൽ കൊലപാതകത്തിൽ ഉന്മാദം കണ്ടെത്തിയെന്നാണ് മനഃശാസ്ത്രജ്ഞന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ വ്യക്തമായത്. 3 മാസമായി പദ്ധതി തയ്യാറാക്കി. മണിക്കൂറുകൾ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതു വ്യക്തമായതെന്നും പോലീസ് ആദ്യ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു.